ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയ മുൻനിര കമ്പനികളിൽ 14 എണ്ണവും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നടപടി നേരിട്ട കമ്പനികൾ. ബോണ്ട് വാങ്ങിയ പട്ടികയിൽ പാക് കമ്പനി ഹബ് പവറും ഉണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SBI നൽകിയ വിവരങ്ങളിലും പൊരുത്തക്കേടുകളുണ്ട്. 2018 മുതൽ 19 വരെയുള്ള 2500 കോടിയുടെ ബോണ്ടുകളുടെ കണക്ക് SBI നൽകിയിട്ടില്ല. BJPയുടെ അഴിമതി തന്ത്രങ്ങൾ പുറത്തായെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിച്ചു. 60% of the bonds almost have gone to the BJP, and there's a lot of quid pro quo in the bonds. There's been the use of income tax, ED and CBI, which has led to these bonds. There's been a contract. People who have been given the bonds have been favored in contracts. So, the close nexus between the bonds and the quid pro quo comes out very clearly, even with the limited data. പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്ന് കപിൽ സിബലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ട് കേസിലെ വിധി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കുകയാണ്. നോബിൾ മാരിക്കാരൻ, ആദ്യം നോബിൾ മാരിക്കാരനിലേക്ക് വന്നാൽ, നോബിൾ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ഡാറ്റ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ എന്ന് ജയറാം രമേശ് പറഞ്ഞു. അതിൽ തന്നെ ക്വിഡ് പ്രോക്കോ ഉണ്ട് എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് ഇതിനകം തന്നെ ഒട്ടേറെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സാന്റിയാഗോ മാർട്ടിൻ തന്നെ 1300-ലധികം കോടി രൂപ വിവിധ പാർട്ടികൾക്കായി നൽകിയിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് കിട്ടാനുള്ള ക്വിഡ് പ്രോക്കോ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് നല്ല വ്യക്തത ഒരു സാമാന്യ ബോധമുള്ള മലയാളിക്ക് മനസ്സിലാവും. കാരണം അയാളാണ് ഇവിടെ അന്യസംസ്ഥാന ലോട്ടറി കൊണ്ടുവന്നത്, പിന്നീട് അത് തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അയാൾ 1300 കോടി കൊടുക്കണമെങ്കിൽ അയാൾക്ക് നാഗാലാൻഡ്, മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ ലോട്ടറിയുടെ അനുമതി ലഭിക്കേണ്ടത്. കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരുകളെയും പിടിക്കണം. ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്താണ് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ? നികേഷെ, ഇലക്ട്രൽ ബോണ്ടിന്റെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ അതിന് പിന്നാലെ വിവാദങ്ങളും ആരോപണങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ദുരൂഹതകളും എല്ലാം ഇപ്പോഴും തുടരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ കമ്പനികളിൽ 30 എണ്ണത്തിൽ 14 എണ്ണവും അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം നേരിട്ടിരുന്നു എന്നുള്ളതാണ്. അത് CBI ആകട്ടെ, ED ആകട്ടെ, ഇൻകം ടാക്സ് ആകട്ടെ, അത്തരത്തിൽ നിരവധി അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം നേരിട്ട കമ്പനികളാണ്. കമ്പനികളുടെ പേര് അത് നികേഷ് സൂചിപ്പിച്ചതുപോലെ സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസാണ് അതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത്. 1368 കോടി രൂപയാണ് ഈ കമ്പനി ബോണ്ടായി വാങ്ങിയത്. അതോടൊപ്പം തന്നെ ഇവർ നേരത്തെ തന്നെ 409 കോടിയിലധികം രൂപയുടെ ഈ കള്ളപ്പണ വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെടെ ഇവർക്കെതിരെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മെഗാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനി 2019 കള്ളപ്പണ വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിൽ ഇവർക്കെതിരെയും അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഏതാണെങ്കിലും ഇത്തരത്തിൽ കമ്പനികളുടെ ലിസ്റ്റ് 14 കമ്പനികളിലും പല ഘട്ടങ്ങളിലായി അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം നടത്തുന്ന കമ്പനികളാണ്. ഇത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ദുരൂഹത എന്ന് പറയുന്നതും. അതോടൊപ്പം തന്നെ ഇതിനോടകം തന്നെ ആരോപണങ്ങൾ വരുമ്പോൾ പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ പലതിലും, അതായത് ഈ മെഗാ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അവർ 980 കോടി രൂപയുടെ ബോണ്ടാണ് വാങ്ങിയത്. ഈ കമ്പനി ബോണ്ടുകൾ നൽകിയതിന് പിന്നാലെ 1400 കോടി രൂപയുടെ അത്തരത്തിൽ സർക്കാർ പദ്ധതികൾ ഇവർക്ക് മഹാരാഷ്ട്ര സർക്കാർ നൽകി എന്നൊരു അത്തരത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ പല കോണുകളിൽ നിന്നും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അതായത് എല്ലാവർക്കും, അതായത് ബോണ്ട് നൽകിയ എല്ലാവർക്കും കൃത്യമായ രീതിയിൽ സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് ലഭിച്ചു എന്നത് ഏറെക്കുറെ യാഥാർത്ഥ്യമാണ്. അത് ഈ മെഗാ കമ്പനിയെ നമ്മൾ നോക്കുമ്പോൾ, മെഗാ എഞ്ചിനീയറിംഗ് കമ്പനിയെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അത്തരത്തിൽ സാന്റിയാഗോ മാർട്ടിനും നികേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മേഘാലയ അടക്കമുള്ള പല സംസ്ഥാനങ്ങൾ സഹായം ലഭിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്തുവാൻ. എന്താണെങ്കിലും ഇതൊക്കെ പുറത്തു വരണമെങ്കിൽ അന്വേഷണം നടക്കണം എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ പുറത്തു വന്ന വിവരങ്ങളിലും ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്, പ്രത്യേകിച്ച് കണക്കുകളിൽ. അതായത് 2018 മാർച്ച് മുതൽ 2019 മാർച്ച് വരെയുള്ള ബോണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടുള്ള അക്കാലത്ത് 2500 കോടി രൂപയുടെ ബോണ്ടുകളാണ് SBI വിറ്റിട്ടുള്ള. ആ വിവരങ്ങളെക്കുറിച്ച് ഇതുവരെ ഒരിടത്തും പ്രതിപാദിച്ചിട്ടില്ല എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ ബോണ്ടുകളുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബോണ്ടുകൾ വാങ്ങിയ കമ്പനികളുടെ പട്ടികയിൽ 18,871 എൻട്രികളുണ്ട്. അതേസമയം ഈ പാർട്ടികൾ ഇത് സ്വീകരിച്ച പട്ടികയിലേക്ക് എത്തുമ്പോൾ അത് 20,421, അതായത് വാങ്ങിയ കമ്പനികളുടെ എൻട്രിയും അതോടൊപ്പം തന്നെ സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ എൻട്രിയും തമ്മിൽ വലിയ വ്യത്യാസം, അതായത് 2000-ഓളം വരുന്ന വ്യത്യാസം ഇതിൻ്റെ പ്രത്യക്ഷമായി കാണാൻ കഴിയുന്നു. അത്തരത്തിൽ കണക്കുകളിൽ വലിയ വ്യത്യാസങ്ങളാണ് ഉള്ളത്. എന്താണെങ്കിലും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതിനോടകം തന്നെ ഇതിൽ പ്രതിഷേധവും അതോടൊപ്പം തന്നെ വിമർശനവും ഒപ്പം ദുരൂഹത ആരോപിച്ചും രംഗത്ത് എത്തിയിട്ടുണ്ട്. പ്രധാനമായും കോൺഗ്രസ് ആരോപിക്കുന്നത് ഇത് കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ച 2018 മാർച്ച് മുതൽ 2019 മാർച്ച് വരെ 2500 കോടി രൂപയെക്കുറിച്ച് വിവരം ഇല്ലാത്തടക്കം ജയറാം രമേശ് ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം സർക്കാർ പദ്ധതികൾ അനുമതി നൽകിയതിന് പിന്നാലെ അല്ലെങ്കിൽ അനുമതി നൽകിയതിന് മുൻപാണ് ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ടുകൾ നൽകിയത് എന്ന ഗുരുതരമായ ആരോപണവും ഇതിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം കപിൽ സിബൽ അടക്കമുള്ള മറ്റ് നിയമവിദഗ്ധരും അതോടൊപ്പം രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഇതിൽ അന്വേഷണം വേണമെന്ന ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നു. കപിൽ സിബൽ ഇതിൽ പ്രത്യേക അന്വേഷണം നടത്തണം എന്ന ആവശ്യമാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണെങ്കിലും ഇലക്ട്രൽ ബോണ്ട് വരുമ്പോൾ
ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ദുരൂഹതകൾ ഒരുപാട് ബാക്കിയാണ്. സ്വാഭാവികമായും നികേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പലർക്കും, അതായത് ബോണ്ട് നൽകിയ പലർക്കും കൃത്യമായ സഹായം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പല ഘട്ടങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച മേഗ ഇലക്ട്രിക് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. വ്യക്തമാണ്.